ആണുങ്ങളുടെ നൃത്തം എന്ന് പറയുന്നത് ഇങ്ങനെ ഉയരത്തേക്ക് ചാടുന്നതാണ്. ഏറ്റവും ഹൈറ്റിൽ ചാടുന്ന ആളാണ് വിന്നർ. അയാൾക്ക് ഒരുപാട് ഗേൾ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. ആ വീടുകൾ മുഴുവൻ ഒരു മസായിയുടെയാണ്. അയാൾക്ക് 12 ഭാര്യമാരുണ്ട്. ഈ 12 ഭാര്യമാർക്കുള്ളതാണ് ഓരോ കോട്ടേജുകൾ. അപ്പോൾ മരത്തിൻ്റെ സൈഡ് മുഴുവൻ കറുത്തും സ്കൈയുടെ സൈഡ് മുഴുവൻ ഗോൾഡൻ കളറിലും ഈ പക്ഷി ചുണ്ടിൽ കൊക്കിൽ ഇരയുമായിട്ട് ഇങ്ങനെ മുകളിലേക്ക് പറക്കുന്ന ഒരു മൊമെൻ്റാണ്. കെനിയയിൽ മസായി മറയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഹെർമെസിൻ്റെ ഫോൺ നമ്പർ ഞാനിതിൽ കൊടുക്കാം. ചെറിയ പൈസയുടെ പാക്കേജിൽ നിങ്ങൾക്ക് ഹെർമെസിൻ്റെ സ്ഥലത്ത് ക്യാമ്പിൽ പോയി താമസിക്കുകയും ഞാനിപ്പോൾ ഈ 4-5 ദിവസം കണ്ട കാര്യങ്ങൾ നേരിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യും. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഒരു നദീതീരത്തേക്ക് വരികയും അവിടെ എത്തുമ്പോൾ തന്നെ ഞങ്ങളുടെ ആദ്യത്തെ ശ്രദ്ധ ഒരു സൈഡിൽ ഒരു ഡൈനിങ് ടേബിളും ചെയേഴ്സും ബ്രേക്ക്ഫാസ്റ്റിനുള്ള ബുഫേ അറേഞ്ച് ചെയ്യുന്ന ടേബിൾ ഒക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ഷെഫ് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഒരുപാട് ഫോറിനേഴ്സ് വേറെ വരുന്ന സ്ഥലമാണ്, യൂറോപ്യൻസും ഒക്കെ. അവർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വളരെ വിശദമായിട്ട് കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഏതോ ഒരു ട്രാവൽ ഗ്രൂപ്പ് അറേഞ്ച് ചെയ്തതാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോഴേക്കും നമ്മളുടെ ശ്രദ്ധ വെയിൽ കാഞ്ഞ് കിടക്കുന്ന ചീങ്കണ്ണിയിലേക്ക് പോയി. എല്ലാവരും പോയി അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു. അതിൻ്റെ വിശേഷങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. അതിനെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അപ്പം നമ്മൾ ഗൈഡ് വന്നിട്ട് പറഞ്ഞു നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് ഈസ് റെഡി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എവിടെയാണ് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക, വണ്ടിയൊക്കെ നിർത്തിയ ഒരു സ്ഥലമുണ്ട്, ഒരു കാടിൻ്റെ മറവിലാണ് നിർത്തിയത്. അപ്പോൾ അവിടെ ആയിരിക്കും എന്ന് വെച്ചാൽ വണ്ടീൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്തപ്പോൾ ഗൈഡ് പറഞ്ഞു അവിടെയല്ല, ഇതാ ഇവിടെയാണ് എന്നാണ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ആ ഡൈനിങ് ടേബിളും ചെയേഴ്സും ഒക്കെ ഞങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. യാത്രയുടെ ഏതാണ്ട് അവസാനത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടുത്ത ദിവസമുണ്ട്. പക്ഷെ ഫുൾ സഫാരിയുടെ ഇടയിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യലാക്കിയതാണ്. ഹരിദാസ് നമ്മളുടെ യാത്രനെ ഒന്ന് സ്പെഷ്യലാക്കിയതാണ്. സഫാരിയിലെ അവസാനത്തെ ദിവസമായതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് രാജകീയമാക്കിയതാണ്. അപ്പം അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ എടുത്തു. ആ ടേബിളും ചെയറും ഒക്കെ ഇട്ടിരിക്കുന്നത് ഒരു ഭയങ്കര പനോരമിക് വ്യൂ ഉള്ള ഒരു സ്ഥലത്താണ്. അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി കഴിഞ്ഞ് മയങ്ങി കിടക്കുന്ന ആ ചീങ്കണ്ണിയെ നമുക്ക് കാണാൻ പറ്റും പശ്ചാത്തലത്തിൽ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം അവിടെ രാജകീയമായി കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വണ്ടിയിൽ കയറി. അന്ന് നമ്മളുടെ പരിപാടിയിൽ ഒരു പ്രധാന ഐറ്റം എന്ന് പറയുന്നത് ഒരു മസായി വില്ലേജ് സന്ദർശിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മസായി വില്ലേജിലേക്ക് പോകുന്ന വഴിയിൽ കാട്ടാന കൂട്ടങ്ങളെ കണ്ടു, സീബ്രകളെ കണ്ടു, പതിവ് പോലെ തോപ്പികളെയും ഒക്കെ മാനുകളെയും ഒക്കെ കണ്ടു. പിന്നെ ഈ മസായി ഗ്രാമത്തിലെ ആളുകൾ അവരുടെ കാലിക്കൂട്ടങ്ങളെയും ആട്ടിൻ പറ്റത്തിനെയും ഒക്കെ മേച്ചുകൊണ്ട് പാസ് ചെയ്ത് പോകുന്ന കാഴ്ചകൾ കണ്ടു. ഒരു ചതുപ്പ് പോലെ ഒരു സ്ഥലമുണ്ട്. അത് കഴിഞ്ഞാൽ ആ വില്ലേജിൻ്റെ മുൻവശത്തേക്ക് നമ്മൾ എത്തി. അപ്പോൾ അവിടെ ട്രഡീഷണൽ മസായി വേഷത്തിൽ കുറേ പുരുഷന്മാർ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്. എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കും. So is your guide for the village? Okay. Yeah. What's your name? Hello. Moseka. Huh? Moseka. Museka. Yeah. ആ ഗ്രാമത്തിൽ നമ്മളുടെ ഗൈഡായിട്ട് വരാൻ പോകുന്ന ആളും മറ്റ് ആളുകളൊക്കെ തലയിലൊരു വിഗ് പോലെ നമ്മൾ സാധാരണ കാണുന്ന ഈ മുടിയൊക്കെ മെടഞ്ഞ് ഇടുന്ന ആഫ്രിക്കൻ സ്റ്റൈലിൽ ചെയ്തിട്ടുള്ള വിഗ് വെച്ച് അത് മുഖത്തൊക്കെ വെച്ച് കെട്ടി നിൽക്കുന്ന ഈ യുവാക്കൾ. അതിലൊരാൾ വന്ന് സ്വയം പരിചയപ്പെടുത്തിയ അയാളാണ് ഈ വില്ലേജിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഗൈഡ്. So, welcome to the village. So I will be your village guide to take you around and teach you about the culture. Any question that you want to learn about, I'm capable to answer the all questions. You feel free to ask any question, anything that you want to know about.
So, but before all, we normally have some entrance fee that we normally charge per visitor, and that money goes to the community. We use it for paying school fees for the young kids. We use it again when somebody feels sick. We use it for taking them to the dispensaries and also for feeding our kids. അപ്പോൾ ആദ്യമേ തന്നെ പൈസ ചോദിച്ച് കുട്ടികളെ ക്ലിനിക്കിലൊക്കെ കൊണ്ടുപോകാനും അവരെ പഠിപ്പിക്കാനും ഒക്കെയുള്ള ചിലവുകളുണ്ട്. അത് നിങ്ങളെപ്പോലുള്ള ടൂറിസ്റ്റുകളിൽ നിന്നാണ് നമ്മൾ കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അതിൻ്റെ ഒരു എമൗണ്ട് അതിന് അവർ ഹെർമിസ് ആദ്യമേ പറഞ്ഞിരുന്നു. അപ്പോൾ അത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പൈസയൊക്കെ കൊടുത്തു. പിന്നെ ഞങ്ങൾ നേരെ ആ വില്ലേജിലേക്ക് കയറുന്നതിന് മുമ്പ് ഇയാൾ ഇതിൻ്റെ വിശദീകരണങ്ങളൊക്കെ ഈ ഗൈഡ് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിക്കാമെന്നൊക്കെ ചോദിക്കേണ്ട. ആരും കാര്യമായിട്ട് ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല. We have this stream behind the bush, behind the village. On this other side, we have another stream. So we live in the middle to mean that Ole Polos mean, that is Nama language, mean in the middle of the two streams. Our village also have a number of 3 exits or 3 gates that represent the families. Each and every family being represented by one gate. അപ്പോൾ ഞങ്ങൾ ആദ്യം അങ്ങോട്ട് വരുമ്പോൾ തന്നെ ഇങ്ങനെ ഏതൊരു മൃഗത്തിൻ്റെ കൊമ്പ് പോലെ ഇങ്ങനെ പിരിഞ്ഞിട്ടുള്ളൊരു കൊമ്പിൽ കൂടെ അവരൊരു പ്രത്യേക തരത്തിലുള്ള ശബ്ദം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു സംഘം മസായി ചെറുപ്പക്കാർ നമ്മളെ വെൽക്കം ചെയ്തുകൊണ്ടുള്ള ഒരു നൃത്തമാണ്. അവർ നൃത്തം ചെയ്ത് നമ്മുടെ അടുത്തേക്ക് വരികയാണ്. അവർ അടുത്തേക്ക് വരും. അവിടുന്ന് പിന്നെ നമ്മളെയും കൂട്ടി ഈ വില്ലേജിനകത്തേക്ക് കയറണം. വില്ലേജ് എന്ന് പറയുമ്പോൾ ഒരു 10-12 ഹട്ടുകൾ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് പുറത്ത് ഈ ചുള്ളിക്കമ്പുകളും അവിടെ നിന്ന് കിട്ടുന്ന മരത്തടികളൊക്കെ വെച്ചിട്ട് അതിന് ഒരു വേലി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പ്രിഡേറ്റേഴ്സിൽ നിന്നും മറ്റ് മൃഗങ്ങളിൽ നിന്നൊക്കെ അവരെ സംരക്ഷിക്കാനുള്ള ഇതാണ്. അതിനകത്തേക്ക് കയറുമ്പോൾ ഈ 12 കുടിലുകളുടെ നടുവിൽ അവരുടെ കാലികളെ മുഴുവൻ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കാലിക്കൂട്ടമാണ് അവരുടെ സമ്പാദ്യവും ജീവിതോപാധിയും. ഈ മസായികൾ പശുവിൻ്റെ പാലും അതുപോലെ തന്നെ പശുവിൻ്റെ ചോരയും കുടിക്കും. പശുവിനെ കൊല്ലാതെ തന്നെ അതിൻ്റെ കഴുത്തിൽ ചെറിയൊരു മുറിവ് വരുത്തിയിട്ട് അമ്പുകൊണ്ടോ എന്തുകൊണ്ടോ ഒരു ചെറിയ മുറിവ് വരുത്തിയിട്ട് ആ മുറിവിലൂടെ രക്തം ശേഖരിക്കുക. ആ രക്തവും ഈ പാലുമാണ് അവരുടെ മെയിൻ ഭക്ഷണം, മെയിൻ പാനീയങ്ങൾ. അപ്പോൾ ഈ 12 വീടുകളെ കുറിച്ച് പറഞ്ഞാൽ അത് ഒരു മസായിയുടെ വില്ലേജാണ്. ആ വീടുകൾ മുഴുവൻ ഒരു മസായിയുടെയാണ്. അയാൾക്ക് 12 ഭാര്യമാരുണ്ട്. ഈ 12 ഭാര്യമാർക്കുള്ളതാണ് ഓരോ കോട്ടേജുകൾ. അവരുടെ ഓരോ ഭാര്യയും അതിലുള്ള മക്കളും ആ കോട്ടേജിനുള്ളിൽ
താമസിക്കും. ഇപ്പം ശരിക്കും അവർ പറഞ്ഞാൽ ഇത് സഞ്ചാരികൾക്ക് കാണാൻ വേണ്ടിയിട്ട് അവരുടെ ട്രഡീഷണൽ വേയിൽ സംരക്ഷിച്ച് വെച്ചിട്ടുള്ളൊരു സ്ഥലമാണ്. അവർ അതിൻ്റെ ഉള്ളൊക്കെ സാധനങ്ങളൊക്കെ സംഭരിക്കുന്നുണ്ട്. പക്ഷേ താമസിക്കുന്നത് കുറച്ച് ഇപ്പോൾ മാറി കുറേ കൂടി ബെറ്റർ ആയിട്ടുള്ള സൗകര്യങ്ങളിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഈ കോളനിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ അവിടെ തന്നെ അതെല്ലാം ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള സെറ്റപ്പുകളാണ്. അവിടെ അവരുടെ സ്ത്രീകളാണ് ഈ കലാവസ്തുക്കളൊക്കെ ഉണ്ടാക്കുക. മാലകൾ, വളകൾ, മോതിരങ്ങൾ, ചില ആഫ്രിക്കൻ രൂപങ്ങൾ, ചില മാസ്കുകൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവർ ഉണ്ടാക്കിയത് വിൽക്കാനായിട്ട് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഈ പശുവിൻ്റെ ഈ തോല് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ചില ബാഗുകൾ, അങ്ങനെ കുറേ സാധനങ്ങൾ, അതൊക്കെ ഞങ്ങൾ ചുറ്റി നടന്ന് കണ്ട് ഭയങ്കര ഭംഗിയാണ്. ഇവരുപയോഗിക്കുന്ന കളേഴ്സ് ഭയങ്കര രസമാണ്. ഈ ഓരോ മസായി ചെറുപ്പക്കാരനും അയാളുടെ ട്രഡീഷണൽ ഡ്രസ്സ് ചുവപ്പും കറുപ്പും നിറത്തിലുള്ള ഒരു സ്കേർട്ട് പോലെയൊക്കെയുള്ളൊരു സാധനമാണ് ഇടുന്നത്. അതിൻ്റെ മീതെ അവർ ഒരു ബ്ലാങ്കറ്റ് പോലൊരു സാധനം, പുതപ്പ് പോലൊരു സാധനം കൊണ്ട് പുതയ്ക്കും. അത് ഭയങ്കര കളറാണ്. അതിൻ്റെ നിറം പറയാൻ പറ്റില്ല, ചുവപ്പല്ല, ഒരു പിങ്കിൻ്റെ ഒക്കെ ഒരു വിചിത്രമായ ഗ്ലോ ഉള്ള ഒരു കളർ. എനിക്ക് തോന്നുന്നു ഈ മൃഗങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തോ ഒരു പരിപാടിയാണെന്ന് തോന്നുന്നുണ്ട് ആ കളേഴ്സ്. പല മൃഗങ്ങൾക്കും കാഴ്ച ബ്ലാക്ക് ആൻഡ് വൈറ്റാണ്. പക്ഷേ ഈ കളറുകൾ ഉപയോഗിക്കുമ്പോൾ എന്തോ അതിനൊരു പ്രത്യേകതയുണ്ട്. മൃഗങ്ങൾക്ക് കുറേ കൂടി ഫ്രണ്ട്ലി ആയി തോന്നുന്ന, അല്ലെങ്കിൽ അവർക്ക് കുറേ കൂടി ഭയം തോന്നുന്ന മറ്റൊരു ജീവിയായിട്ട് ആൾ കാണപ്പെടുന്നുണ്ടായിരിക്കാം. അങ്ങനെ അതിനുള്ളിലെല്ലാം ചുറ്റിക്കറങ്ങി നടന്നു. ആണുങ്ങളുടെ നൃത്തം എന്ന് പറയുന്നത് ഇങ്ങനെ ഉയരത്തേക്ക് ചാടുന്നതാണ്. ചാടുന്ന പറഞ്ഞാൽ ഏറ്റവും ഹൈറ്റിൽ ചാടുന്ന ആളാണ് വിന്നർ. അയാൾക്ക് ഒരുപാട് ഗേൾ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടും എന്നാണ് പറയുന്നത്. ഈ ചാട്ടം നോക്കിയിട്ടാണ് പെണ്ണുങ്ങൾ പുരുഷന്മാരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ പെൺപിള്ളേരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഇവർ ഈ ചാട്ടം.
നമുക്കൊന്നും അത്ര ഹൈറ്റിൽ ചാടാൻ പറ്റില്ല. എനിക്ക് തോന്നുന്ന അവരിത് ചാട്ടം ഒരു ഡെയിലി ബേസിസിൽ ചെയ്യുന്നതുകൊണ്ടായിരിക്കണം അവർക്ക് നല്ല പൊക്കമുണ്ട്. എല്ലാ ആണുങ്ങളും നല്ല ഹൈറ്റുള്ള ആൾക്കാരാണ്. ഒരാൾക്കും ദുർമേധസ്സില്ല, തടിച്ചു കൊഴുത്ത ഒരു മസായിയെ നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞില്ല. എല്ലാ ചെറുപ്പക്കാരും നല്ല മെലിഞ്ഞ് നല്ല പൊക്കമുള്ള ആൾക്കാരാണ്. ഈ ചാട്ടം നമ്മുടെ കുട്ടികളെയും ഒന്ന് ശീലിപ്പിക്കുന്നതല്ലാണ്, നല്ല പൊക്കം വരാനൊക്കെ അത് സഹായിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അതിലൊരു വിദ്വാൻ എന്നോട് പറഞ്ഞത് അവർ ഡാർക്കായത് ഇരിക്കുന്നത് ഈ പശുവിൻ്റെ ബ്ലഡ് കുടിക്കുന്നതുകൊണ്ടാണ് അവർ ഡാർക്ക് സ്കിന്നായത് എന്ന്. അത് അയാളുടെ ഒരു വിശ്വാസം. അയാൾ അതിൻ്റെ ഇടയിൽ കൂടെ പറയുന്നത് കേട്ടു. സ്ത്രീകളൊക്കെ അത്ര ഫ്രണ്ട്ലി അല്ല. സ്ത്രീകൾ ഇത്തിരി ഗൗരവപ്രകൃതക്കാരും. നമുക്ക് അറിയാം, കുടുംബം നടത്തുന്നത് സ്ത്രീകളാണ്. അവരാണ് ഈ ചുള്ളി ശേഖരിക്കുന്നതും വീടുണ്ടാക്കാനുള്ള സാധനങ്ങൾ പരിപാടികളൊക്കെ ചെയ്യുന്നതും ഈ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നതും മുഴുവൻ സ്ത്രീകളാണ്. ഒരു വീടിൻ്റെ ഒരു സാമ്പിൾ വീടിൻ്റെ ഹട്ടിനകത്തേക്ക് ഞങ്ങൾ പോയി. ഇത് ഇവരുടെ വീടിൻ്റെ ആദ്യത്തെ മുറിയാണ്. പശുക്കുട്ടീനെയൊക്കെ ഇടാൻ ഉപയോഗിക്കുന്നതാണെന്നാണ് പറയുന്നത്. ആ ഹട്ടിൻ്റെ ഉള്ളിൽ വെളിച്ചം വരാൻ ചില ദ്വാരങ്ങളുണ്ട്. അത് കൂടെ വരുന്ന വെളിച്ചമല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് രാത്രി കിടക്കാൻ വേണ്ടി മാത്രമായിരിക്കും അവർ അതിനുള്ളിൽ ഉപയോഗിക്കുന്നത്. കാറ്റ് കിടക്കാനും വെളിച്ചത്തിനും വേണ്ടി ചെറിയ ഹോളുകളാണ്. വലിയ വാതിലുകളും ജനലുകളും വന്യമൃഗങ്ങളകത്ത് കയറാൻ ഇടയാക്കും എന്നുള്ളത് കൊണ്ടായിരിക്കണം. ഈ തുളകളൊക്കെ അവർ തുണി വെച്ചിട്ടും അവരുടെ ചില സാധനങ്ങൾ കൊണ്ടും വെച്ചിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ആളകത്ത് കയറുമ്പോൾ മാത്രമേ അവരത് തുറക്കുള്ളൂ. അപ്പോൾ ചിലപ്പോൾ പാമ്പൊന്നും കഴിഞ്ഞാൽ അതിനകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. Also the cupboard where we put the utensils. And each and every bed has a small window. That's for ventilation and also to act as a source of light. So for the 3 beds, we have one for their parents, another one for the young kids, and then another one for guests or whoever who will come to find a place to spend for a night, or normal have a room for them. You can see we have this one. This is a gas. We can use it also for cooking. There's some food. It's ready. What is this? This is our lunch. Okay. Sorry. Maybe I can say when the kids are going to school in the morning, because we have a nearby school. Where is just a kilometer away from here. This we get it from a sausage tree. Yeah. It is green in color when it is wet, so we just pick it from the tree. When we put the roof of the heart to dry, we cut it using a knife so that we can remove the seeds. So after cleaning, we use it for many purposes. We use it for milking, as what we have said. Also, our elders or our fathers use this for taking local beer or the local alcohol. പക്ഷെ കാടിനുള്ളിൽ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന മനുഷ്യർ, അവർ വെള്ളം കുറേ ദൂരെ നിന്നാണ്, ശുദ്ധജലം കുടിക്കാനുള്ള വെള്ളം കുറേ ദൂരെ നിന്ന് ഈ മസായി സ്ത്രീകൾ കുട്ടികളും ഒക്കെ പോയിട്ട് പാത്രങ്ങളിൽ കൊണ്ടുവരികയാണ്. ഒരു നമ്മൾ ഈ ആഫ്രിക്കൻ ചിത്രകഥകളിലും ആഫ്രിക്കൻ സിനിമകളിലും മാത്രം കണ്ടിട്ടുള്ള ഒരു സ്ഥലം നേരിട്ട് കാണാൻ പറ്റും. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ വാർത്തോക്ക് എന്ന് വിളിക്കപ്പെടുന്ന വാർത്തോക്ക് എന്ന പേരുള്ള കാട്ട് പന്നികളെ കണ്ടു. അപ്പോൾ വാർത്തോക്കിന് മുമ്പ് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് നമ്മൾ ഇത്തവണ അപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത് ഒരു സംഘം വാർത്തോക്കുകൾ. അപ്പോൾ മോജിയുടെ മോളൊക്കെ അതിനെ കാണുമ്പോൾ വേറൊരു പേര് വിളിക്കുന്നത് ഞാൻ കേട്ടു. അവൾക്ക് നല്ല പരിചയമുള്ളതല്ല, പുമ്പ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. പിന്നീടാണ് മനസ്സിലായത് ലയൺ കിങ്ങിലെ ഒരു ക്യാരക്ടറാണ് ഈ വാർത്തോക്ക്. തേറ്റയൊക്കെയുള്ള ഇങ്ങനെ തേറ്റയൊക്കെയുള്ള അതിന് പുമ്പ എന്നാണ് ആ ക്യാരക്ടറിൻ്റെ പേര്. അതുകൊണ്ടാണ് കുട്ടി അതിനെ പുമ്പ എന്ന് വിളിച്ചത്. എനിക്ക് പെട്ടെന്ന് ആ പേര് ഓർമ്മ വന്നില്ല. വാർത്തോക്കുകളുടെ ഒരു സംഘം. ഇത് എപ്പോൾ കാണുമ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ആ ക്യാരക്ടറും പുമ്പ എന്ന് പറഞ്ഞ ക്യാരക്ടറും അങ്ങനെ എപ്പോഴും ഓടുന്ന ഒരു ക്യാരക്ടറാണ്. ഇതിങ്ങനെ കുത്തി മറിച്ച് ഇളക്കി അവിടെ ചെളിയൊക്കെ കുത്തി മറിച്ച് ഇങ്ങനെ നടക്കുക. അപ്പോൾ ഇതിനെ കാണുമ്പോൾ ഇത് ഒരു ചെറിയ പോത്തുംകുട്ടിയുടെ അത്രയും വലുപ്പമുണ്ട് ഈ ഓരോ വാർത്തോക്കും. നമ്മുടെ നാട്ടിലുള്ള കാട്ടുപന്നികൾ എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ കൃഷി മുഴുവൻ നശിപ്പിക്കുന്ന സാധനങ്ങളാണ്. കപ്പ നടാൻ പറ്റില്ല, വാഴ നടാൻ പറ്റില്ല, കപ്പയൊക്കെ കുത്തിമറിച്ച് നമുക്ക് ഒരുപാട് ഉപദ്രവം ഉണ്ടാക്കുന്നതാണ്. ഇപ്പം എന്തോ അതിൻ്റെ എണ്ണം കൂടിയതുകൊണ്ട് ഫോറസ്റ്റുകാർ അതിനെ വെടിവെക്കാനുള്ളൊരു അനുവാദം കൊടുത്തിട്ടുണ്ട്. അവരുടെ
ലൈസൻസ്ഡ് ആയിട്ടുള്ള വേട്ടക്കാർ വന്നിട്ട് നമ്മൾ കാണിച്ചു കൊടുത്താൽ ഉള്ളതിലെ വലിയ കൂറ്റന്മാരെയൊക്കെ അവർ വെടിവെച്ച് കൊല്ലും എന്ന് പറയുന്നുണ്ട്. പക്ഷെ എൻ്റെ വീട്ടിലൊന്നും ഞാനത് ചെയ്യിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ പരിസരത്തൊക്കെ ചില കർഷകർ വലിയ നഷ്ടങ്ങളൊക്കെ വരുന്ന ആൾക്കാർ പാടത്തൊക്കെ നട്ട നെല്ല് മുഴുവൻ കുത്തിക്കളയുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദ്രോഹികളാണ്. അപ്പം വാർത്താക്കനെ അവിടെ കാണുമ്പോൾ ഒരു കൗതുകം ഉണ്ടായി. ഇത്രയും വാർത്താക്കുകളും അവരുടെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടുള്ള ഗ്രൂപ്പിനെയൊക്കെ കാണുമ്പോൾ ഒരു കൗതുകം ഉണ്ടായി. പക്ഷെ നാടിൻ്റെ പരിസരത്തുള്ള കാടുകളിലുള്ള ഈ ഐറ്റം ഭയങ്കര കാരാണ്, ഭയങ്കര നശീകരിക്കുന്ന, കൃഷിയൊക്കെ നശിപ്പിക്കുന്ന ആൾക്കാരാണ്. അവരെ പറഞ്ഞാൽ അവർക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. ഈ വാർത്താക്കുകളുടെ ഒരു ഗ്രൂപ്പ് അടുത്തു നിന്ന് ഞങ്ങൾ മൂവ് ചെയ്യുമ്പോൾ അഗെയിൻ ഒരു ജിറാഫ്, ഒരു ഏകാന്ത പതികനായ ഒരു ജിറാഫിനെ കണ്ടു. ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുകയാണ്, നല്ല കൊഴുത്ത് മെഴുത്ത ഒരു ജിറാഫ്. ഇണയെ തേടി കാത്ത് നിൽക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരനക്കമില്ല, വെറുതെ തല ഇടയ്ക്കിടയ്ക്ക് ആക്കിയിട്ട് നാവൊക്കെ ഒന്ന് പുറത്തേക്ക് ഇടുന്നുണ്ടെന്നല്ലാതെ. പക്ഷെ ഒരുപാട് ജിറാഫുകൾ നമ്മൾ അതിനു മുമ്പ് കണ്ടുകൊണ്ട് ജിറാഫിൻ്റെ കൗതുകം ഞങ്ങളുടെ ഏതാണ്ട് തീർന്നിരുന്നു. അവിടുന്ന് ഞങ്ങൾ മുന്നോട്ട് വരുമ്പോൾ നമ്മൾ ആഫ്രിക്കയിൽ പ്രതീക്ഷിക്കാതിരുന്ന ഒരു പക്ഷിയെ കണ്ടു. അത് ഒട്ടകപ്പക്ഷിയാണ്. നല്ല ഹൈറ്റുള്ള ഒട്ടകപ്പക്ഷികൾ. അത് പുല്ലിനിടയിൽ മണ്ണിൽ നിന്ന് എന്തോ ഇര കൊത്തി തിന്ന് കിടക്കണം. അപ്പോൾ പെട്ടെന്ന് തലയില്ല എന്നാണ് വിചാരിക്കുക. പുല്ലിനിടയിൽ തല മറിഞ്ഞിരിക്കുന്ന 2 ഇണ ഒട്ടകപ്പക്ഷികളെ കണ്ടു. അപ്പോൾ കുറച്ച് നേരം അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തു. അവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ ബ്ലാക്ക് ടൈൽഡ് വിഡോ ബേർഡ് എന്ന് പേരുള്ള പക്ഷി. ആ പക്ഷിയുടെ പ്രത്യേകത ഈ പുല്ലിനിടയിൽ അതിനെ ആദ്യം കാണില്ല, പിന്നെ ആകാശത്തേക്ക് ഇങ്ങനെ ചാടും, മുകളിലേക്ക് ചാടും, വീണ്ടും താഴോട്ട് പോകും, വീണ്ടും ചാടും, താഴോട്ട് പോകും. അതൊരു മനോഹരമായ കാഴ്ചയാണ്. കറുത്ത കളറിലുള്ളൊരു പക്ഷിയാണ്. ബ്ലാക്ക് ടൈൽഡ് വിഡോ ബേർഡ് എന്നാണ് അതിൻ്റെ പേര്. ആ ചാട്ടം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ മസായി ചെറുപ്പക്കാർ ചാടുന്ന ചാട്ടം ഓർമ്മ വരും. എനിക്ക് തോന്നുന്നത് ഇതെല്ലാം മൃഗങ്ങളിൽ നിന്നും പക്ഷികളിൽ നിന്നും അനുകരിച്ചിട്ടുള്ള കലാരൂപങ്ങളാണ് ഇവരുടെ കയ്യിലുള്ളത്. ഈ ബ്ലാക്ക് ടൈൽഡ് വിഡോ ബേർഡിനെ ഇമിറ്റേറ്റ് ചെയ്യുകയാണ് മസായി ചെറുപ്പക്കാരെന്ന് നമുക്ക് തോന്നും. ഈ ബ്ലാക്ക് ടൈൽഡ് വിഡോ ബേർഡിന് നീളമുള്ള കാലുകളുണ്ട്. അവരുടെ കറുത്ത നിറം തന്നെയാണ്. അവരും ഈ വിഡോ ബേർഡിനെ പോലെ തന്നെയാണ് ചാടുന്നത്. അതൊരു കൗതുകകരമായ കാഴ്ചയായി യാത്രയിൽ. ഇന്നത്തെ കുറേ ഉച്ച വരെയുള്ള ഈ പരിപാടികൾ കഴിഞ്ഞു. ഉച്ചയ്ക്ക് ലഞ്ചിന് ഞങ്ങൾ തിരിച്ച് ക്യാമ്പിൽ വന്നു. അപ്പോൾ ഹെർമിസിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്തു. കാരണം ഹെർമിസിനെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. കേരളത്തിലെ വടകരയ്ക്കടുത്തുള്ള ഒരു നാട്ടുകാരനാണ് ഹെർമിസ്. ദുബായിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി കമ്പം കയറിയത്. ഈ റിസോർട്ടിൻ്റെ റിസപ്ഷനിലെല്ലാം ഹെർമിസിൻ്റെ കുറേ ഫോട്ടോസ് ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഇതാണ് ഒരു ഹോപ്പോ എന്ന് പറയുന്ന ഒരു പക്ഷി ഇര പിടിച്ച് ഇങ്ങനെ പറക്കുന്ന ഒരു ഫോട്ടോ. അതിൻ്റെ പശ്ചാത്തലത്തിൽ പകുതി ഒരു മരവും ഒരു പകുതിയിൽ സ്കൈയുമാണ്. അപ്പോൾ മരത്തിൻ്റെ സൈഡ് മുഴുവൻ കറുത്തും സ്കൈയുടെ സൈഡ് മുഴുവൻ ഗോൾഡൻ കളറിലും ഈ പക്ഷി ചുണ്ടിൽ കൊക്കിൽ ഇരയുമായിട്ട് ഇങ്ങനെ മുകളിലേക്ക് പറക്കുന്ന ഒരു മൊമെൻ്റാണ് അത്. ഹെർമിസിന് ആദ്യമായിട്ട് ഒരുപാട് ഇൻ്റർനാഷണൽ അവാർഡുകൾ നേടിക്കൊടുത്ത ഫോട്ടോ ആണ്. ആ ഫോട്ടോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഫോട്ടോയ്ക്ക് ഉള്ളൊരു പ്രത്യേകത. പുറമേയുള്ള ബാക്ക് ലൈറ്റിൽ ആ പക്ഷിയുടെ ചിറകുകളിലൂടെ വരുന്ന വെളിച്ചവും ഒക്കെ ആയിട്ട് മനോഹരമായിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. അതുപോലെ ഒരു ഹിപ്പോപ്പൊട്ടാമസ് വായ തുറന്നിരിക്കുന്ന ഒരു ഫോട്ടോ. അതും ഈ ഹിപ്പോസിൻ്റെ ഫോട്ടോ എടുക്കാൻ പോകുന്ന ആളുകൾ മണിക്കൂറുകളോളം കാത്തിരുന്നാൽ കിട്ടുന്ന, അല്ലെങ്കിൽ ദിവസങ്ങളോളം കാത്തിരുന്നാൽ കിട്ടുന്ന ഒരു ഫോട്ടോ ആണ്. കറക്റ്റ് ആ ടൈമിൽ കറക്റ്റ് ഫ്രെയിമിൽ അങ്ങനെ ഒരു ഹിപ്പോപ്പൊട്ടാമസ് വായ തുറക്കുക. അപ്പോൾ പണ്ട് എൻ്റെ അപ്പച്ചൻ എനിക്ക് ഈ ഹിപ്പോപ്പൊട്ടാമസിനെ കുറിച്ചൊക്കെ പറഞ്ഞു തരുമ്പോൾ വായ തുറന്നു കഴിഞ്ഞാൽ ഒരു വലിയ വാതിൽ തുറന്നതുപോലെയാണ് എന്നൊക്കെ പറയാറുണ്ട്. അതിൻ്റെ എക്സാക്റ്റ് ഫോട്ടോ ആണ് ഹെർമിസിൻ്റെ ആ ഫോട്ടോ. അപ്പം അതൊക്കെ അവിടെ പുലികളുടെയും ഒക്കെ റെയറായിട്ടുള്ള, അതായത് എത്രയോ വർഷങ്ങളായിട്ട് ശ്രമിച്ചിട്ട് കിട്ടിയിട്ടുള്ള പിക്ചേഴ്സ് അവിടെ അവർ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. ഹെർമിസിനെ കുറിച്ച് ഹെർമിസ് തന്നെ പറയുമായിരിക്കും നല്ലത്. കാരണം അത്ര അധികം കാര്യങ്ങൾ പറയാനുണ്ട്. കെനിയയിൽ മസായി മാറയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഹെർമിസിൻ്റെ ഫോൺ നമ്പർ ഞാനിതിൽ കൊടുക്കാം. ആ ഫോൺ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ പൈസയുടെ പാക്കേജിൽ നിങ്ങൾക്ക് ഹെർമിസിൻ്റെ ആ സ്ഥലത്ത് ക്യാമ്പിൽ പോയി താമസിക്കുകയും ഞാനിപ്പോൾ ഈ 4-5 ദിവസം കണ്ട കാര്യങ്ങൾ നേരിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ്
ചെയ്യാൻ നല്ലൊരു ഹോസ്റ്റാണ് ഹെർമിസ്. അത് മാത്രമല്ല മലയാളി ആയതുകൊണ്ട് തന്നെ ഹെർമിസിൻ്റെ പാർട്ട്നേഴ്സിൽ ഒരാൾ ഒരു ഫീമെയിൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്, കൊല്ലംകാരിയാണ്. അവരെ ഞാൻ കണ്ടില്ല. അവരും ഹെർമിസും പിന്നെ ഒരു നാട്ടുകാരനായ മസായി ഫിലിപ്പ് എന്ന് പറഞ്ഞൊരു മസായിയുമാണ്. അവർ മൂന്നുപേരും പാർട്ട്ണർഷിപ്പിലാണ് ആ ക്യാമ്പ് നടത്തുന്നത്. ഹെർമിസ് ആ ക്യാമ്പ് മുഴുവൻ എന്നെ കൊണ്ട് നടന്ന് കാണിക്കുന്നത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹെർമിസ് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദീകരണങ്ങളൊക്കെ ഹെർമിസിൻ്റെ ഭാഗത്ത് നിന്ന് ശബ്ദത്തിൽ തന്നെ നമുക്ക് കേൾക്കാം. എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാകും മസൈമാറ കാണണം എന്നുള്ളത്. എല്ലാവരുടെയും ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ എനിക്കങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ച് ഒന്ന് പോയി കാണാം. അങ്ങനെ ആദ്യമായിട്ട് ഇവിടെ വന്നു. കെനിയ എന്ന് പറഞ്ഞ ഈ ഒരു രാജ്യത്തെത്തി. നമുക്ക് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ഇത് വൈൽഡ് ലൈഫിന് ഒരു പാരഡൈസാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏത് ദിവസം നമ്മൾ പുറത്തോട്ട് പോയാലും നല്ല കുറേ മൊമെൻറ്റ്സ് നമുക്ക് നേച്ചർ തരും. അങ്ങനെ ആദ്യത്തെ ആ ഒരു വരവിൽ തന്നെ നമുക്ക് ഈ ഒരു സ്ഥലവുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡായി. ഇവിടുത്തെ ആൾക്കാരും അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റി, പിന്നെ വില്ലേജിൽ പോയി ഇവിടുത്തെ മസായി ട്രൈബ്സിൻ്റെ ഇടയിൽ കുറേ സംസാരിക്കാനും അവരുമായിട്ട് ഇൻ്റർഫിയർ ചെയ്യാനൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അങ്ങനെ ആ ഒരു കണക്ഷൻ ബിൽഡായി. ഒരു പ്രാവശ്യത്തേക്ക് മാത്രം വന്ന ഞാൻ പിന്നെ എല്ലാ വർഷവും ഓരോ പ്രാവശ്യം വരാൻ തുടങ്ങി. അതിനുശേഷം വർഷത്തിൽ 2-3 പ്രാവശ്യം വരാൻ തുടങ്ങി. അതിനുശേഷമാണ് കോവിഡ് കാലത്ത് ഞാൻ കുറേ സമയം ഇവിടെ വന്ന് താമസിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ആരുമില്ല ഇവിടെ, നമ്മൾ മാത്രമായി, ടൂറിസ്റ്റൊന്നും വരാറില്ല. അപ്പം നല്ലൊരു പീസ്ഫുൾ സമയമായിരുന്നു. പ്രത്യേകിച്ച് കോവിഡ് ആകുമ്പം എല്ലാവരുടെയും സ്ട്രെസ്ഫുൾ ലൈഫും, അതിനിടയിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഞാൻ കുറേ മാസം ഇവിടെ താമസിച്ചു. അപ്പോഴും ഞങ്ങൾ ആ ഒരു പഴയ ഡിസിഷൻ പിന്നെയും ആ ഒരു പഴയ തോട്ട് പിന്നെയും ഒന്ന് ചകഞ്ഞെടുത്തു. അങ്ങനെ ഒരു വീട് എന്നത് മാറി കമ്മ്യൂണിറ്റിനെയും കൂടെ ബെനിഫിറ്റ് ആവുന്ന രീതിയിലുള്ള ഒരു സംഭവം തുടങ്ങാമെന്നുള്ളൊരു പ്ലാനായി. അങ്ങനെ അതിനുള്ള ബിസിനസ് പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ നമ്മളൊരു ക്യാമ്പ് സെറ്റ് ചെയ്യാന്നുള്ള എഗ്രിമെൻറ്റിലെത്തി. ഇതിൽ നിന്ന് കമ്മ്യൂണിറ്റി ബെനിഫിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നതിൻ്റെ ഒരു 50%, പ്രോഫിറ്റിൽ നിന്ന് ഒരു 50% അവരുടെ എംപവർമെൻറ്റിനായിട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ അടുത്തുള്ളൊരു സ്കൂളിൽ ഓൾമോസ്റ്റ് 200 സ്റ്റുഡൻസിന് നമ്മൾ എല്ലാ വർഷവും സ്കൂൾ ഫീസും യൂണിഫോംസൊക്കെ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഒരു അറൗണ്ട് 900 സ്റ്റുഡൻസിന് എല്ലാ ദിവസവും ഫുഡ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ജസ്റ്റ് ഒരു പീസ് ഓഫ് ഹാപ്പിനെസ്, അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു കാര്യങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞാനിത് ഇവിടെ തുടങ്ങിയിരിക്കുന്നത് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് നിഷ പുരുഷോത്തമൻ, നിഷയും കൂടെ ആണ് ഇതിൻ്റെ ഒരു പാർട്ട്. അപ്പം അന്നോട്ട് ഇന്ന് വരെ ഇവിടെ വന്നിരിക്കുന്നതെല്ലാം നമ്മുടെ ഫ്രണ്ട്സും അവർ റെഫർ ചെയ്ത ആൾക്കാരും, അങ്ങനെ ഒരു നല്ലൊരു സർക്കിൾ ഓഫ് ആൾക്കാരാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓൾമോസ്റ്റ് 250+ ആൾക്കാർ ഓൾറെഡി ഇവിടെ വന്നു കഴിഞ്ഞു ചെറിയൊരു വർഷത്തിൻ്റെ ഇടയിൽ. ഈ റിവർ പറയുന്നത് ഒലാരെ ഒറോക്ക് റിവർ എന്നാണ്. ഈ ഒരു റിവറിൻ്റെ തീരത്താണ് നമുക്ക് ഈ ക്യാമ്പ് ഉണ്ടാക്കാനുള്ള ലൊക്കേഷൻ ഗവൺമെൻറ് അലോട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാ ടെൻറ്റും ഈ ഒരു റിവർ ഫേസിംഗ് ആണ്. രാത്രി കിടക്കുമ്പോൾ ആ ഒരു റിവറിൻ്റെ സൗണ്ടൊക്കെ കേട്ട് കിടക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ ഇഷ്ടംപോലെ ലയൺസിൻ്റെ റോറിങ്, ഹൈനാസ്, അങ്ങനെ കുറേ സൗണ്ട്സും നമുക്ക് ഈ രാത്രി കിടക്കുന്ന സമയത്ത് കേൾക്കാം. അപ്പോൾ നേച്ചറിനെ ഇഷ്ടപ്പെടുന്ന അഡ്വഞ്ചർ സീക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഒരു മസ്റ്റ് വിസിറ്റ് സ്ഥലമാണ് മസൈമാറ. എല്ലാവർക്കും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇതിവിടെയുള്ള ഒരു മരത്തിൻ്റെ മുകളിലുള്ള ഒരു നമ്മുടെ നാട്ടിൽ ഈ ചുള്ളിക്കമ്പ് എന്ന് പറയുക, അതുപോലത്തെ ഒരു സാധനം ആ മസായി സ്ത്രീകളാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അവർ തന്നെ കാട്ടിൽ പോയി നമ്മളെ നാട്ടിലെ പോലെ തന്നെ മരത്തിൻ്റെ ചെറിയ ചെറിയ ചില്ലകൾ വെട്ടിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഉണ്ടാക്കുന്നതാണ്. നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതാണെങ്കിൽ കൊച്ചി എടുക്കുക. കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ആരെങ്കിലും വരണമെങ്കിൽ നമ്മൾ ആദ്യം ബോംബെയിലോട്ട് വരണം. ബോംബെയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട് നൈറോബിയിലോട്ട്. നമ്മൾ അടുത്തൊരു എയർപോർട്ടുണ്ട്, വിൽസൺ എയർപോർട്ട് എന്ന് പറഞ്ഞിട്ട്. ആ എയർപോർട്ടിലോട്ട് നമ്മളെ റെപ്രസെൻറ്റേറ്റീവ് നിങ്ങളെ കൊണ്ടുപോകും. അവിടുന്ന് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് മസൈമാരയുടെ അകത്താണ്. ഇവിടെ കുറേ എയർഷിപ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ക്യാമ്പിൻ്റെ തൊട്ടടുത്തുള്ള എയർഷിപ്പിൻ്റെ പേര് ഒൽക്കി ഒമ്പോ എയർഷിപ്പ് എന്നാണ്. അപ്പോൾ അവിടെ നിങ്ങൾ ലാൻഡ് ചെയ്യും. പിന്നെ നിങ്ങളെ അവിടുന്ന് നിങ്ങളുടെ സഫാരി ഗൈഡ് നിങ്ങളെ അവിടുന്ന് പിക്ക് ചെയ്ത് ചെറിയൊരു ഗെയിം ഡ്രൈവ് ഇൻ ബിറ്റ്വീൻ ചെയ്തിട്ട് സഫാരി ചെയ്ത് ക്യാമ്പിലോട്ട് വരും. ഒരു 12 മണിയാകുമ്പോഴത്തേക്ക് നിങ്ങൾ ഇവിടെ എത്തും. ഒന്ന് ഫ്രഷായി ഒരു 1-1.5 ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ലഞ്ച് കഴിക്കാം. അത് കഴിഞ്ഞ്
ബൈ 3:30 3:45 ഈവനിങ് സഫാരിക്ക് പോകും. ഈവനിങ് സഫാരി കഴിഞ്ഞ് ഒരു 7 ആഫ്റ്റർ സൺസെറ്റ് നിങ്ങൾ ക്യാമ്പിൽ തിരിച്ചെത്തും. പിന്നെ രാത്രി ഡിന്നർ, അത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങും. രാവിലെ ഏർലി മോർണിംഗ് എഴുന്നേൽക്കണം. ഒരു 5:45 6 o'clock ആകുമ്പോഴത്തേക്കും നിങ്ങൾ ഇവിടുന്ന് പോയിരിക്കണം ക്യാമ്പിൽ നിന്ന് സഫാരിക്ക്. അപ്പോഴാണ് നിങ്ങൾക്ക് സൺറൈസൊക്കെ കാണാൻ പറ്റുന്നത്. ആനിമൽസിനെ സൺറൈസിലാണ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആനിമൽസൊക്കെ. അപ്പം ഒരു കാരണവശാലും ആഫ്രിക്കയിലെ സൺറൈസ് മിസ് ചെയ്യരുത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ നിങ്ങൾ ക്യാരി ചെയ്യും. പാക്ഡ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. അത് ഏതെങ്കിലും ഒരു റിവറിൻ്റെ സൈഡിലോ ഇല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ ചോട്ടിലോ ഒക്കെ നിങ്ങളുടെ ഡ്രൈവർ ഫുഡൊക്കെ തരും, ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെർവ് ചെയ്യും. കുറേ ആൾക്കാർ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടാവും. ഇവിടെ വന്നാൽ എന്ത് ഭക്ഷണം കിട്ടും, നല്ല ഭക്ഷണം കിട്ടുമോ? ചില ആൾക്കാർ ചോദിക്കും നാട്ടിലെ ഭക്ഷണം കിട്ടുമോ? എല്ലാ ടൈപ്പ് ഭക്ഷണവും ഇവിടെ അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് നമ്മുടെ ഷെഫിനെ നമ്മൾ ട്രെയിൻ ചെയ്തിരിക്കുന്നുണ്ട്. ഇന്ത്യൻ ഫുഡിനും കോണ്ടിനെൻ്റൽ ഫുഡ് എല്ലാ ടൈപ്പ് ഓഫ് ഫുഡും പുള്ളി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യും. നാട്ടിലെ ഇഡ്ഡലിയും സാമ്പാറും വരെ ഇവിടെ പുള്ളി ഉണ്ടാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അതുപോലെ 11 മണിക്ക് തിരിച്ചു വരും. പിന്നെ ലഞ്ച്, ഈവനിങ് സഫാരി 3:45 പിന്നെയും പോവാം. ഇതൊക്കെയാണ് ഒരു ഡെയിലി റൂട്ടീൻ ഇവിടുത്തത്. പിന്നെ ഒരുപാട് ആനിമൽസ് ഉണ്ട്. അവരെ പറ്റിയൊക്കെ ഈ ഗൈഡ്സ് നിങ്ങൾക്ക് ബ്രീഫ് ചെയ്ത് തരും, എന്തൊക്കെയാണെന്നുള്ളത്. അവരുടെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഒക്കെ അവർ പറഞ്ഞു തരും. ഒരു മിനിമം 4 nights 5 days താമസിക്കണം എല്ലാം കൂടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇതിനിടയിൽ ഇവിടെ ബലൂൺ സഫാരി ഉണ്ട്. ബലൂൺ സഫാരി നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. അതല്ലാതെ ഇവിടെ ഒരു വില്ലേജ് വിസിറ്റ് ഉണ്ട്. മസായി അവരുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു മസായി വില്ലേജ് ഉണ്ട് ഇവിടെ. പിന്നെ ഇൻ ടേംസ് ഓഫ് സെക്യൂരിറ്റി ആൾക്കാർക്ക് പേടിയുള്ളതാണ്, എത്ര സേഫാണെന്നുള്ളത്. ഞാനിവിടെ വരാൻ തുടങ്ങിയിട്ട് 15 വർഷമായി. എനിക്കിതുവരെ ഒരു മോശം അനുഭവം കിട്ടിയിട്ടില്ല. എൻ്റെ അറിവിൽ വന്ന ആൾക്കാർക്കും ഒരു മോശം അനുഭവം ഇല്ല. അപ്പം സേഫ്റ്റി വൈസും ഈ രാജ്യം നല്ല സേഫാണ്. എയർപോർട്ടിൽ നിന്ന് തിരിച്ചു പോകുന്നത് വരെ നിങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഭയങ്കര സേഫായിട്ടുള്ളൊരു കൺട്രിയും കൂടിയാണ്. അങ്ങനെ ആൾക്കാർ പറയുന്ന ആ ഒരു പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളൊന്നും അല്ല ഇത്. അപ്പോൾ എനിക്ക് പേഴ്സണലി അറിയാവുന്നതുകൊണ്ടും ഇത്രയും വർഷത്തെ പരിചയമുള്ളതുകൊണ്ടും എനിക്കത് ധൈര്യത്തിൽ പറയാൻ പറ്റും. നല്ലൊരു രാജ്യം കൂടിയാണ് എന്നുള്ളത്.